സ്വാഗതം. എന്നിവിടെ PSCയുടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോർഷൻസ്, അതിൽ സാധാരണ സ്ഥിരം ചോദിച്ച് കാണാനുള്ള ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ, വിശദമായി ചർച്ച ചെയ്ത് വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 90 ഡിഗ്രിയാണ്. എന്ന് പറയുന്ന കോഡ് 90 ഡിഗ്രി ആണെങ്കിൽ നേരെ എതിർവശത്ത് കിടക്കുന്ന സൈഡിനെ വശത്തെ നമ്മൾ കർണം എന്ന് പറയുന്നു. കർണം അഥവാ ഹൈപ്പോട്ന്യൂസ്. ഇവിടെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്ന BC ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ മട്ടക്കോൺ, റൈറ്റ് ആംഗിൾ. 90 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ബൃഹത് കോൺ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ. 90 ഡിഗ്രി കുറവാണെങ്കിൽ ന്യൂനകോൺ അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ എന്ന് പറയുന്നു. ന്യൂനകോണത്തിൽ 90 ഡിഗ്രിക്ക് എതിർവശത്തുള്ള വശത്തിനെ നമ്മൾ കർണം എന്ന് പറയുന്നു. കർണം സ്ക്വയർ സമം രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക, മറ്റു രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക. അതായത് ഇവിടെ BC സ്ക്വയർ സമം മറ്റു രണ്ട് വശങ്ങൾ അതൊക്കെ AB സ്ക്വയർ പ്ലസ് AC സ്ക്വയർ. അതായത് തിയറത്തെ നമ്മൾ പൈതഗോറസ് തിയറം എന്ന് പറയുന്നു. ABC എന്നോ BQR എന്നോ XYZ എന്നോ എങ്ങനെ വേണേൽ നമുക്ക് എടുക്കാം. 90 ഡിഗ്രി അല്ലെങ്കിൽ മട്ട ത്രികോണം, 3 വശങ്ങളുള്ള ഒരു ഫിഗർ ഞാൻ മട്ട ത്രികോണം എന്ന് പറയുന്നു. മട്ട ത്രികോണത്തിലെ 90 ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്ന കർണം ഹൈപ്പോട്ന്യൂസ്, അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുകയാണ്. ഇതിനെ പൈതഗോറസ് തിയറം എന്ന് അറിയപ്പെടുന്നു. ഇതിനുള്ളിൽ വൃത്തം വരയ്ക്കുക, അന്തർവൃത്തം എന്ന് പറയുന്നു. ഈ മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല ബൈഹാർട്ടാക്കി വെച്ചാണ് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇത് ഉദാഹരണത്തിന് ഇവിടെ മട്ടത്രികോണത്തിന്റെ വശങ്ങൾ 9 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 15 സെന്റിമീറ്റർ എന്നിവയായാൽ ഇതിന്റെ മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കാണാൻ ചോദിക്കാറുണ്ട്. ചെറിയ വശങ്ങളുടെ തുക മൈനസ് വലിയ വശം ബൈ 2. ചെറിയ വശങ്ങളുടെ തുക, അതായത് ചെറിയ വശങ്ങളുടെ തുക 9 + 12 - 15 ബൈ 6/2. 12 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ നീളമുള്ള മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം ചോദിച്ചാൽ ആരം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കാണാൻ ചെറിയ വശങ്ങളുടെ തുക മൈനസ് വലിയ വശം ഡിവൈഡഡ് ബൈ 2. ഇവിടെ ചെറിയ വശങ്ങൾ 9ഉം 12ഉം. 9 + 12 - 15/2, അതായത് 3 സെന്റിമീറ്റർ. അതായത് മട്ടത്രികോണത്തിന്റെ അന്തർവൃത്തത്തിന്റെ ആരം കാണാനുള്ള ഒരു വാക്യമുണ്ട്. ചെറിയ വശങ്ങളുടെ തുക മൈനസ് വലിയ വശം ഡിവൈഡഡ് ബൈ 2. ഈ ഫോർമുല ഓർത്തിരിക്കുക. സമചതുരക്കട്ട, ഇതിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതിന് ക്യൂബിന്റെ വശത്തിന്റെ നീളം A ആയാൽ അതിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല A³ ക്യൂബിക് യൂണിറ്റ്സ്. മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ്, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്. അതായത് എത്ര മുഖങ്ങളുണ്ട് ഇതിനാകെ? 6 മുഖങ്ങളുണ്ട്. 6 എന്ന് പറഞ്ഞാൽ താഴെ മുകളിൽ ഓരോ മുഖം, 1 2 പാർശ്വങ്ങളിൽ 4, 4 2 6 മുഖങ്ങൾ. താഴെ 4 മൂല, മുകളിലും 4, താഴെ 4 മൂല, മുകളിലും 4 മൂല, 4 4 8 മൂലകൾ. 12 വക്കുകളുണ്ട്. വികരണം കാണാനുള്ള ഫോർമുല A√3. D = A√3. വികരണം കാണാനുള്ള ഫോർമുല ഡയഗണൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. വികരണം = A√3. വികരണം തന്നിട്ട് വശം കാണാൻ ചോദിച്ചാൽ, ഇപ്പോൾ വികരണം 12 എന്നാ പറയുന്നതെങ്കിൽ വശം കാണാൻ ചോദിച്ചാൽ A√3, അതായത് A = 12/√3. അങ്ങനെ നമുക്ക് ചെയ്യാം. ഉപരിതല വിസ്തീർണം കാണാനുള്ള ഫോർമുല 6A², ചതുരശ്ര യൂണിറ്റ്. മീറ്റർ ആണെങ്കിൽ മീറ്റർ സ്ക്വയർ, സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. ക്യൂബിന്റെ വികരണത്തിന്റെ നീളം 4√3 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ ആയാൽ അതിന്റെ വ്യാപ്തമാണ് ചോദിച്ചേക്കുന്നത്. വികരണത്തിന്റെ നീളം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. D = A√3. A√3 എത്ര തന്നിട്ടുണ്ട്? 4√3 ആണ്. √3 രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്യുക. അപ്പം നമുക്ക് Aയുടെ വില 4 കിട്ടും. A4 ആണ്. അങ്ങനെയാണെങ്കിൽ ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല V = A³, സൈഡിന്റെ ക്യൂബ്. 4 × 4 × 4, അതായത് 64 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ C ആണ് ഉത്തരം. ഇവിടെ വികരണം തന്നിട്ടുണ്ട് 4√3. വികരണം കാണാനുള്ള ഫോർമുല A√3 ആണ്. D = A√3. A√3 4√3 ആണ് തന്നിട്ടുണ്ട്. √3 കട്ട് ചെയ്താൽ Aയുടെ വില 4. വ്യാപ്തം കാണാനുള്ള ഫോർമുല, ക്യൂബിന്റെ വ്യാപ്തം കാണാനുള്ള ഫോർമുല A³ സൈഡിന്റെ ക്യൂബ്. 4 × 4 × 4, 64 സെന്റിമീറ്റർ ക്യൂബ്. ഓപ്ഷൻ. അർദ്ധവൃത്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വൃത്തത്തിന്റെ നേരെ പകുതി. ഇവിടെ അർദ്ധവൃത്തത്തിലെ കോണ് ഇവിടെ ആയിരിക്കും. 6 ആരമായാൽ വ്യാസം D എന്ന് പറയുന്നത് ആരത്തിന്റെ നേരെ ഇരട്ടിയായിരിക്കും. അതായത് 2R വ്യാസം.
അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം കാണാൻ വൃത്തത്തിന്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പകുതി വരും, പൈ ആർ സ്ക്വയർ ബൈ 2. അർദ്ധവൃത്തത്തിന് ചുറ്റളവ് കാണാനുള്ള ഫോർമുല പൈ ആർ പ്ലസ് ഡി. ഡി എന്ന് പറയുന്ന വ്യാസം, ഇതിന്റെ ഇരട്ടി വരും, 3 പ്ലസ് ഡി. അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവ് പൈ ആർ പ്ലസ് ഡി. അർദ്ധവൃത്തത്തിന്റെ വിസ്തീർണം പൈ ആർ സ്ക്വയർ ആണ്. അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ നേരെ പകുതി വരും, പൈ ആർ സ്ക്വയർ ബൈ 2. അർദ്ധവൃത്തത്തിൽ രൂപപ്പെടുന്ന കോണ് 90 ഡിഗ്രിയാണ്. അർദ്ധവൃത്തത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഇതാ, ഇവിടെ ഇത്ര ഒരു പൊട്രാക്ടിന്റെ അളവ് 180 ഡിഗ്രിയാണ് വരുന്നത്. വൃത്താംശം അഥവാ സെക്ടർ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ കുറച്ച് ഭാഗത്തിനെയാണ് സെക്ടർ എന്ന് പറയുന്നത്. ഷെയ്ഡ് ചെയ്ത ഭാഗം വൃത്താംശം എന്ന് പറയുന്നത്. ഇവിടെ ഒരു ചതുരത്തിന്റെ ഓരോ മൂലയിലും 1 യൂണിറ്റ് ആരമുള്ള സെക്ടറുകൾ ഉണ്ട്. 4 മൂലയിലും ഓരോ സർക്കിള്, 1 യൂണിറ്റ് ആരമുള്ള സർക്കിള്. അതിന്റെ ഭാഗം ഇതാ ഇവിടെ ഒരു വൃത്താംശം വരുന്നുണ്ട്, അതായത് സെക്ടർ വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ സെക്ടറിന്റെ വിസ്തീർണം അല്ലെ വൃത്താംശത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഇവിടെ 4 സെക്ടറുകൾ വരുന്നു. ഇവിടെ ഒരു യൂണിറ്റ് ആരമുള്ളത് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സെക്ടറിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഇവിടെ 4 മൂലയ്ക്കും വരുന്നുണ്ട്, അതുകൊണ്ട് 4 ഇൻറ്റു പൈ ഇൻറ്റു ഇവിടുത്തെ ആരം തന്നിട്ടുണ്ട് 1 യൂണിറ്റ് ഇൻറ്റു എക്സ്. ഇവിടെ എത്ര, ഓരോ കോണും 90 ഡിഗ്രി ആയിരിക്കും. ചതുരത്തിന്റെ ആയാലും സമചതുരത്തിന്റെ ആയാലും കോണളവ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും, എല്ലാം തുല്യമായിരിക്കും. ചതുരത്തിന് 4 മൂല, ചതുരത്തിന്റെ എല്ലാ കോണുകളും തുല്യ അളവിലായിരിക്കും, 90 ഡിഗ്രി ഇതായിരിക്കും. ഒരു സെക്ടറിന്റെ വിസ്തീർണം അല്ലെ വൃത്താംശത്തിന്റെ ഇംഗ്ലീഷാണ് സെക്ടർ. സെക്ടറിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. പൈ ആർ സ്ക്വയർ ഇൻറ്റു അതായത് 4 മൂലയ്ക്കും ഉണ്ട്, അതായത് 4 ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. എക്സ് എന്ന് പറയുന്നത് ഓരോ കോണളവാണ്. ഒരു കോണളവ് എത്രയാണ്, 90 ഡിഗ്രി. 90 ബൈ 360. 4 ഇൻറ്റു പൈ ഇൻറ്റു 1 യൂണിറ്റ് തന്നിട്ടുണ്ട്, 1 സ്ക്വയർ ഇൻറ്റു 90 ബൈ 360. അതായത് ഇതെല്ലാം കട്ട് ചെയ്തിട്ട് നമുക്ക് പൈ എന്ന് കിട്ടും. വൃത്തത്തിന്റെ 2 വ്യത്യസ്ത ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ലൈൻ സെഗ്മെന്റിനെ ഞാൻ അഥവാ കോഡെന്ന് പറയാം. അതുപോലെ പി. അപ്പൊ ഞാണുകളുടെ എണ്ണം കാണാൻ ഒരു ഫോർമുല ഉണ്ട്. അതായത് എത്ര ബിന്ദുക്കളാണോ യോജിപ്പിക്കുന്നത് അത് n എന്നെടുക്കും. n ഇൻറ്റു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അതായത് എത്ര ബിന്ദുക്കളാണോ യോജിപ്പിക്കുന്നത്, ഇവിടെ 7 ബിന്ദുക്കളാണ് യോജിപ്പിക്കുന്നത്. അതുകൊണ്ട് 7 ഇൻറ്റു 7 മൈനസ് 1 6 ബൈ 2, അതായത് 21. ഓപ്ഷൻ ബി ആണ്. കോഡുകൾ വരയ്ക്കാം, എത്ര ഞാണുകൾ വരയ്ക്കാമെന്നാണ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് കാണാൻ എത്ര ബിന്ദുക്കളാണ്, 7. n എന്ന് പറയുന്ന ബിന്ദുക്കളുടെ എണ്ണമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാണുകളുടെ എണ്ണം കാണാനൊരു ഫോർമുലയുണ്ട്, n ഇൻറ്റു n മൈനസ് 1 ബൈ 2. അത് ഓർത്തിരുന്നാൽ മതി. ഞാണുകളുടെ എണ്ണം കാണാൻ എത്ര ബിന്ദുക്കളാണ് യോജിപ്പിക്കുന്നതെന്ന് ചോദിച്ചു തന്നിരിക്കും. 7 ബിന്ദുക്കളാണ് ഇവിടെ യോജിപ്പിക്കുന്നത്. അതായത് n ഇൻറ്റു n മൈനസ് 1 ബൈ 2, 7 ഇൻറ്റു 6 ബൈ 2. ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം. വൃത്തത്തിന്റെ ഡിഗ്രി അളവിന്റെ 1/3 ഭാഗം എത്ര? ഇത് വൃത്തത്തിന്റെ ഡിഗ്രി അളവ് എത്രയാണെന്ന് അറിയാം, 360 ഡിഗ്രി. വൃത്തത്തിന്റെ ഡിഗ്രി അളവിന്റെ 1/3 ഭാഗം, അതായത് 360 ഗുണം 3/1 20 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെയേറെ ഫലപ്രദമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.